സ്പ്രിംഗ്ലർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ വാക്ക് മലയാളികൾക്ക് സുപരിചിതമാകുന്നത്. പിണറായി സർക്കാരിൻ്റെ അഴിമതികളുടെ ഒരു തുടക്കമായിരുന്നു സ്പ്രിംഗ്ലർ. അസാധാരണ കാലത്തെ അസാധാരണ അഴിമതി എന്ന സ്പ്രിംഗ്ലർ അഴിമതിയെ നിസ്സംശയം വിശേഷിപ്പിക്കാം. കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല ഈ അഴിമതി. മലയാളികൾക്ക് അതുവരെ പരിചയമില്ലാതിരുന്ന ഡിജിറ്റൽ ലോകത്തെ ന്യൂജൻ അഴിമതിയായിരുന്നു സ്പ്രിംഗ്ലർ അഴിമതി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഈ വിഷയം അറിയുകയും അതിൽ ഇടപെടുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ഈ കൊള്ള നടക്കുമായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് ചെന്നിത്തല ഇടപെട്ടതുകൊണ്ട് മാത്രം ഈ അഴിമതി പുറം ലോകമറിഞ്ഞു. അതോടെ പിണറായി സർക്കാരിന് ഇത് അവസാനിപ്പിക്കേണ്ടിയും വന്നു. പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. അക്ഷരാർത്ഥത്തിൽ നടന്നത് അതായിരുന്നു. കോവിഡ് എന്ന മഹാമാരിയുടെ ആദ്യഘട്ടത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെയുള്ള അങ്കലാപ്പിൽ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമ്പോഴാണ് ഇതുതന്നെ അവസരമെന്ന് കണക്കുകൂട്ടി സ്പ്രിംഗ്ലർ അഴിമതിക്ക് പിണറായി വിജയൻ്റെ സർക്കാർ തുടക്കമിട്ടത്. എന്തായിരുന്നു സ്പ്രിംഗ്ലർ ഇടപാട്? കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ സ്പ്രിംഗ്ലർ എന്ന അമേരിക്കൻ കമ്പനിക്ക് പരമരഹസ്യമായി മറിച്ചു വിൽക്കുന്ന ഒരു ഇടപാട്. അതായിരുന്നു സ്പ്രിംഗ്ലർ അഴിമതി. കോവിഡ് ബാധിച്ചോ കോവിഡ് രോഗികളുമായി സമ്പർക്കമുണ്ടായോ ക്വാറന്റീനിൽ കഴിയുന്നവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ വിവരങ്ങൾ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ശേഖരിക്കും. ഇത് ഒരു അമേരിക്കൻ കമ്പനിക്ക് മറിച്ചു വിൽക്കും. ഇതായിരുന്നു സ്പ്രിംഗ്ലർ ഇടപാട്. 2020 ഏപ്രിൽ 10 പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെൻറ് ഹൗസിൽ വെച്ച രമേശ് ചെന്നിത്തല ഒരു പത്രസമ്മേളനം നടത്തി. കോവിഡിൻ്റെ മറവിൽ പിണറായി സർക്കാർ നടത്താനൊരുങ്ങുന്ന സ്പ്രിംഗ്ലർ എന്ന ഭീകര അഴിമതിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായിരുന്നില്ല എന്താണ് കാര്യമെന്ന്. കോവിഡ് രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയല്ല, ആര് ശേഖരിച്ചാലും എന്താണ് കുഴപ്പം എന്നായിരുന്നു മാധ്യമപ്രവർത്തകരിൽ ചിലരുടെ ചോദ്യം. കോവിഡ് കാലത്ത് താടിയിൽ മാസ്കും കെട്ടി സന്ധ്യാസമയത്ത് പിണറായി വിജയൻ എല്ലാ ദിവസവും ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം TV ചാനലുകളിൽ പിണറായി വിജയൻ്റെ പതിവ് പരിപാടി ഉണ്ടായിരുന്നു. പതിവ് പോലെ ചെന്നിത്തലയെ പരിഹസിക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. ചെന്നിത്തല മിണ്ടിയില്ല. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ സ്പ്രിംഗ്ലർ ഇടപാടിലെ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നു. സംഗതിയുടെ ഗുരുതരാവസ്ഥ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലായി. വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുത്തു. മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ഇതേക്കുറിച്ച് ചോദിച്ചു. ആകാശവാണി പോലെയാണല്ലോ പിണറായി വിജയൻ, അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല, ഇങ്ങോട്ട് പറയുന്നത് കേട്ടുകൊണ്ട് മിണ്ടാതിരുന്നു കൊള്ളണം. അതാണ് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും ശൈലി. സ്പ്രിംഗ്ലർ അഴിമതിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പതിവ് പോലെ പിണറായി വിജയൻ ക്ഷുഭിതനായി. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ഈ കള്ളത്തരം പിടിക്കപ്പെടില്ല എന്നായിരുന്നു പിണറായിയുടെയും സംഘത്തിൻ്റെയും കണക്കുകൂട്ടൽ. പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് വിഷയം ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെടുകയും വിവാദമുണ്ടാക്കുകയും ചെയ്തു. കോവിഡിൻ്റെ ഭീതിയിലായിരുന്നിട്ട് പോലും ഒരു ബോംബ് പോലെ ഈ വിവാദം പൊട്ടിത്തെറിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പിന്നീട് വന്ന കോടതിയുടെ ഇടക്കാല വിധി തെളിയിച്ചു. സ്പ്രിംഗ്ലർ ഇടപാട് അതോടെ പൂട്ടിക്കെട്ടുകയും ചെയ്തു. ഒരു മാധ്യമപ്രവർത്തകനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് സ്പ്രിംഗ്ലർ അഴിമതിയെക്കുറിച്ചുള്ള സൂചന നൽകുന്നത്. എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ല. ഇതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. അത്രയ്ക്ക് സങ്കീർണവും നിഗൂഢവുമായിരുന്നു ഈ ഇടപാട്. MLA ആകുന്നതിന് മുൻപ് IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു KS ശബരിനാഥൻ. ശബരിനാഥനെ രമേശ് ചെന്നിത്തല കണ്ടോൺമെൻറ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി. ശബരിനാഥൻ്റെ സഹായത്തോടെ രമേശ് ചെന്നിത്തലയും സംഘവും സ്പ്രിംഗ്ലറിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ ചികഞ്ഞു. ഈ അന്വേഷണത്തിൽ കോവിഡ് പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച വാർഡ് തല കമ്മിറ്റികളും ആശാവർക്കർമാരും കോവിഡ് നിരീക്ഷണത്തിലുള്ള രോഗികളുടെയും ബന്ധുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായി കണ്ടെത്തി. ആ വെബ്സൈറ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രയുണ്ടായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഇത് കാണുന്നവർക്ക് ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വെബ്സൈറ്റിലേക്കാണ് എന്ന് തോന്നുമായിരുന്നു. പക്ഷേ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ഒരു അമേരിക്കൻ കമ്പനിയുടെ സെർവറിലേക്കാണ് എന്ന രമേശ് ചെന്നിത്തലയുടെ ടീം കണ്ടെത്തി. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ കേരള ഫീൽഡ് covid.sprinkler.com എന്ന അമേരിക്കൻ കമ്പനിയുടെ പോർട്ടലിലേക്കാണ് ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തി. ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും വീട് വീടാന്തരം കയറിയിറങ്ങി ശേഖരിക്കുന്ന രോഗികളുടെ സ്വകാര്യ വിവരങ്ങൾ ഇരുചെവിയറിയാതെ ഒരു അമേരിക്കൻ കമ്പനിക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ. പിന്നീട് ആരാണ് ഈ സ്പ്രിംഗ്ലർ എന്ന അന്വേഷണം തുടങ്ങി. ചെന്നിത്തലയും ടീമും ഓൺലൈനിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു.
അമേരിക്കയിലെ ന്യൂയോർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കമ്പനിയായിരുന്നു സ്പ്രിംഗ്ലർ എന്നായിരുന്നു കണ്ടെത്തിയ വിവരം. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ ഒരു അന്താരാഷ്ട്ര ഭീമൻ. ഫേസ്ബുക്കും ട്വിറ്ററും അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നതിലും വിപണികളിൽ ഇടപെടലുകൾ നടത്തുന്നതിലും സമർത്ഥരായ ഒരു കമ്പനി. അതായിരുന്നു സ്പ്രിംഗ്ലർ. ഫോർച്യൂൺ മാസിക ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച 50 കമ്പനികളിൽ 46% കമ്പനികളും തങ്ങളുടെ സേവനദാതാക്കളാണെന്ന് സ്പ്രിംഗ്ലർ അവരുടെ വെബ്സൈറ്റിൽ അവകാശപ്പെട്ടിരുന്നു. അമേരിക്കൻ മലയാളിയായ റാഗി തോമസ് ആയിരുന്നു ഈ കമ്പനി തുടങ്ങിയത്. കമ്പനിയുടെ വിറ്റുവരവ് $1.8 ബില്യൺ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും സ്പ്രിംഗ്ലർ ഇടപെട്ടു എന്ന് ആരോപണമുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊരു കമ്പനി കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്ന് ജനങ്ങളും മാധ്യമങ്ങളും ചോദിച്ചു. ആ ചോദ്യം വിരൽ ചൂണ്ടിയത് മറ്റു പല സംശയങ്ങളിലേക്കുമായിരുന്നു. ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വൻ വിലയാണ്. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് ഒരു വിലയുമില്ല. പക്ഷേ അവൻ മരിച്ചു കഴിഞ്ഞ് ആന്തരികാവയവങ്ങൾ വിറ്റാൽ 1 കോടിയിലധികം രൂപ വില കിട്ടും. ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു ആരോഗ്യ സംബന്ധമായുള്ള വിവരങ്ങളും. ഉദാഹരണത്തിന് 50 വയസ്സ് കഴിഞ്ഞ മലയാളിയുടെ കരളിനെ ബാധിക്കുന്ന അസുഖത്തെക്കുറിച്ചുള്ള ഡാറ്റ ഒരു മരുന്ന് കമ്പനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് മറ്റു രോഗവിവരങ്ങളും. സാധാരണ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുൻപ് അതേക്കുറിച്ച് നിർമ്മാതാക്കൾ ഒരു പഠനം നടത്തും. ഈ പഠനത്തെ അടിസ്ഥാനമാക്കിയാണ് ആ ഉൽപ്പന്നം നിർമ്മിക്കുന്നതും വിൽക്കുന്നതും. എന്നാൽ മരുന്ന് വിപണിയിൽ ഇത് സാധ്യമല്ല. കാരണം അത് ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. മിക്ക രാജ്യങ്ങളും അതീവ രഹസ്യമായിട്ടാണ് പൗരന്മാരുടെ ആരോഗ്യ വിവരങ്ങൾ സൂക്ഷിക്കുന്നത്. സോപ്പ് കമ്പനികളോ സുഗന്ധദ്രവ്യ വിപണന കമ്പനികളോ നടത്തുന്നത് പോലെയുള്ള ഒരു വിവരശേഖരണം നടത്തുന്നത് നിയമവിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്ത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഏതു വിവരങ്ങൾ ശേഖരിക്കാനും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ അനുമതി വേണം. ഈ നിയമം കർശനമായി നിലനിൽക്കുമ്പോഴാണ് ആരെയും ഭയമില്ലാതെ പിണറായി സർക്കാർ ഇങ്ങനെയൊരു ഇടപാട് നടത്തുന്നത്. ചെയ്യുന്നത് എത്ര ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് ബോധമില്ലാതെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ പിണറായി വിജയന്റെ സർക്കാർ ഒരു അമേരിക്കൻ കമ്പനിക്ക് വിറ്റുകൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും സംഘത്തിനും കിട്ടിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. കോവിഡ് ബാധിച്ചും കോവിഡ് ബാധിതരോട് സമ്പർക്കം പുലർത്തിയും ക്വാറന്റീനിൽ കഴിയുന്നവർക്ക് 41 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി കൊടുത്തു. അത് പൂരിപ്പിച്ചാണ് ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. ഈ ചോദ്യാവലിയിലെ 17ാമത്തെ ചോദ്യം അതീവ പ്രാധാന്യമുള്ളതായിരുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, ശ്വാസകോശ രോഗങ്ങൾ, വൃക്കരോഗം, ക്യാൻസർ, സ്ട്രോക്ക്, തൈറോയിഡ് തുടങ്ങിയ രോഗങ്ങളുടെ വിശദ വിവരങ്ങളാണ് ഈ ചോദ്യാവലിയിൽ ഉണ്ടായിരുന്നത്. വിവരം നൽകുന്നവരുടെ പ്രായം, താമസസ്ഥലം, ഭക്ഷണരീതി, കഴിക്കുന്ന മരുന്നുകൾ തുടങ്ങി എല്ലാ വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ഒരു മരുന്ന് കമ്പനിക്ക് വിശകലനത്തിനും ഗവേഷണത്തിനും ഈ വിവരങ്ങളെല്ലാം ധാരാളമായിരുന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ അഥവാ സംരക്ഷിത ആരോഗ്യ വിവരങ്ങളായി സൂക്ഷിക്കുന്ന വിവരങ്ങളായിരുന്നു ഇതെല്ലാം. ഒരു അമേരിക്കൻ പൗരന്റെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാൽ 75,000 രൂപ വരെ കിട്ടുമെന്നാണ് ഫോബ്സിന്റെ കണക്കുകൾ പറയുന്നത്. ബ്രിട്ടനിൽ ഇത് 10,000 രൂപയെന്നാണ് ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ റിപ്പോർട്ട്. കേരളത്തിലെ 1,80,000 പേരുടെ സകല ആരോഗ്യ വിവരങ്ങളും സ്പ്രിംഗ്ലറിന്റെ കൈകളിൽ എത്തിയെന്നാണ് പിന്നീട് വിദഗ്ധ സമിതി കണ്ടെത്തിയത്. ഏകദേശം 200 കോടിയോളം രൂപ മൂല്യം വരുന്ന ഡാറ്റ സ്പ്രിംഗ്ലർ കമ്പനിക്ക് പിണറായി വിജയന്റെ സർക്കാർ കൈമാറിയെന്നാണ് ഫോബ്സിന്റെയും ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെയും നിരക്കുവെച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കണക്കുകൂട്ടിയത്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തലയെയും സംഘത്തെയും അമ്പരപ്പിച്ചത് ഈ ഇടപാടിന്റെ പിന്നിലെ ദുരൂഹതയായിരുന്നു. സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അതായിരുന്നു അവസ്ഥ. സ്പ്രിംഗ്ലറുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ കരാറിൻ്റെ സ്വഭാവം എന്താണ്? കരാറിലെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കൊന്നും ആർക്കും ഉത്തരമില്ലായിരുന്നു. ആരോഗ്യ വകുപ്പാണ് പൊതുജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് നൽകുന്നത്. പക്ഷേ അവർക്കും ഈ ഇടപാടിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. ഒരു വിദേശ കമ്പനിയുമായിട്ടുള്ള ഇടപാടായിരുന്നെങ്കിലും നിയമവകുപ്പിനും ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല. ധനവകുപ്പ് ഇതു സംബന്ധിച്ച ഒരു ഫയലുകളും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. സ്പ്രിംഗ്ലറിൻ്റെ പോർട്ടലിലേക്ക് ശേഖരിക്കുന്ന ആരോഗ്യ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ള ഉത്തരവിറക്കിയത് തദ്ദേശ വകുപ്പായിരുന്നു. പക്ഷേ കരാറിനെക്കുറിച്ച് അവർക്കും യാതൊന്നും അറിയില്ല. രമേശ് ചെന്നിത്തല പലതവണ MLA ആയിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, പതിറ്റാണ്ടുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്, ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിവരം കിട്ടുന്നതിന് വലിയ പ്രയാസമില്ല. പക്ഷേ സ്പ്രിംഗ്ലർ വിഷയത്തിൽ അദ്ദേഹത്തിന് ശരിയായ വിവരങ്ങൾ കിട്ടിയിരുന്നില്ല. കാരണം അത്രയേറെ പരമരഹസ്യമായിട്ടായിരുന്നു പിണറായി സർക്കാരിൻ്റെ ഇടപാട്.
സെക്രട്ടേറിയറ്റിലാകട്ടെ ഇതു സംബന്ധിച്ച ഫയലോ മറ്റു രേഖകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആരോഗ്യവകുപ്പ് അമേരിക്കയിലെ സ്പ്രിംഗ്ലർ കമ്പനിയുടെ വെബ് പോർട്ടലിലേക്ക് വിവരങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല അത്. ആയിടയ്ക്ക് മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നു. ലോക്ക്ഡൗൺ പിൻവലിക്കുമ്പോൾ കോവിഡിൻ്റെ 3ാം വരവ് ചേർക്കുന്നതിന് സർക്കാർ ഒരു ഡിജിറ്റൽ കവചമുണ്ടാക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത. കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പാസ് നൽകുക, രോഗസാധ്യതയുള്ളവരുടെ മാപ്പിംഗ് തയ്യാറാക്കുക, വിവിധ രോഗമുള്ളവരുടെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുക, ഇതൊക്കെയാണ് ഡിജിറ്റൽ കവചം വഴി ചെയ്യുന്നത് എന്നും ആ വാർത്തയിലുണ്ടായിരുന്നു. പക്ഷേ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയെക്കുറിച്ചോ വിവരങ്ങൾ അവർക്ക് അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും ആ വാർത്തയിൽ പരാമർശിച്ചിരുന്നതേയില്ല. എങ്കിലും സ്പ്രിംഗ്ലർ അഴിമതിക്ക് വഴിയൊരുക്കുന്നതിനായി സർക്കാരുമായി ബന്ധപ്പെട്ട ആരോ നൽകിയ വാർത്തയായിരുന്നു അതെന്ന് വ്യക്തമായിരുന്നു. ഇത് സംശയത്തിൻ്റെ ആക്കം കൂട്ടി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് താടിയിൽ മാസ്കും കെട്ടി എല്ലാ സന്ധ്യാസമയത്തും പിണറായി വിജയൻ ചാനലുകളിൽ എത്തുമായിരുന്നു. പിണറായി വിജയൻ്റെ ഈ പരിപാടി എല്ലാ ചാനലുകളും ലൈവായി സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകണം, ഉറങ്ങാൻ കിടക്കുമ്പോൾ വീട്ടിലെ വാതിലുകൾ പൂട്ടാൻ മറക്കരുത്, വ്യായാമം മുടക്കരുത്, ഇതൊക്കെയായിരുന്നു താടിയിൽ മാസ്കും കെട്ടി സന്ധ്യാസമയത്ത് വന്നിരുന്ന പിണറായി വിജയൻ തള്ളിയിരുന്നത്. ആ പറച്ചിൽ കേട്ടാൽ തോന്നും വീടിൻ്റെ വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ അതുവരെ ഉറങ്ങിയിരുന്നത് എന്നായിരുന്നു. പക്ഷേ ഈ തള്ളലിൽ പോലും സ്പ്രിംഗ്ലർ എന്നോ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് അമേരിക്കൻ കമ്പനിയുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചോ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടിയില്ല. ഇതിനകം തന്നെ സ്പ്രിംഗ്ലർ അഴിമതിയുമായി ബന്ധപ്പെട്ട ഏകദേശം വിവരങ്ങളെല്ലാം രമേശ് ചെന്നിത്തലയുടെ കയ്യിലെത്തിയിരുന്നു. 2020 ഏപ്രിൽ 10 ഈ സംശയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു വെടി പൊട്ടിച്ചു. കോവിഡ് രോഗികളുടെയും ബന്ധുക്കളുടെയും വിവരശേഖരണത്തിനും വിശകലനത്തിനും ഒരു അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിനെയാണ് പിണറായി വിജയന്റെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന രഹസ്യം അദ്ദേഹം കേരളത്തിന് മുന്നിൽ ആദ്യമായി വെളിപ്പെടുത്തി. സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ച് ശേഖരിക്കുന്ന ഡാറ്റ ഒരു വിദേശ രാജ്യത്തേക്കാണ് കൈമാറുന്നത് എന്ന് പറഞ്ഞ ചെന്നിത്തല ചില സംശയങ്ങളും ഉന്നയിച്ചു. ആ സംശയങ്ങൾ ഇങ്ങനെയായിരുന്നു: സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സീഡിറ്റിനോ IT മിഷനോ ഈ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ആ ജോലി ഒരു വിദേശ കമ്പനിയെ ഏൽപ്പിച്ചത്? സർക്കാർ ഏജൻസികൾ ഒരു അമേരിക്കൻ കമ്പനിയുടെ വെബ് പോർട്ടലിലേക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമല്ലേ? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷനായി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഈ വിവരങ്ങൾ സ്പ്രിംഗ്ലർ വാണിജ്യാവശ്യങ്ങൾക്ക് മറച്ചു നൽകില്ലെന്ന സർക്കാരിന് ഉറപ്പുണ്ടോ? ഇതിനുവേണ്ടി എന്ത് മുൻകരുതലാണ് സർക്കാർ എടുത്തിട്ടുള്ളത്? കരാറിലെ നിബന്ധനകൾ എന്തൊക്കെയാണ്? സ്പ്രിംഗ്ലറിനെ തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ആഗോള ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? ഇതിനെപ്പറ്റി ആരോഗ്യവകുപ്പിന് അറിയില്ല. അപ്പോൾ ഈ കമ്പനിയെ നിയോഗിച്ചത് ആരാണ്? IT സെക്രട്ടറി M ശിവശങ്കർ ഈ കമ്പനിയുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് സർക്കാരിൻ്റെ അറിവോടുകൂടിയാണോ? ഈ ചോദ്യങ്ങളാണ് ചെന്നിത്തല ഉയർത്തിയത്. പക്ഷേ മറുപടി ഉണ്ടായില്ല. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം രമേശ് ചെന്നിത്തല അതിഗുരുതരമായ മറ്റൊരു വിഷയം കൂടി ചൂണ്ടിക്കാട്ടി. ഓരോ പൗരന്മാരുടെയും സ്വകാര്യത കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയായിരുന്നു അത്. പ്രസിദ്ധമായ ജസ്റ്റിസ് പുട്ടസ്വാമി കേസിൽ വ്യക്തിയുടെ സ്വകാര്യത ഭരണഘടനയുടെ അനുച്ഛേദം 21 അനുസരിച്ച് മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഇക്കാര്യം രമേശ് ചെന്നിത്തല സർക്കാരിനെ ഓർമ്മപ്പെടുത്തി. ഇന്ത്യൻ IT നിയമത്തിലും ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് പൗരന്മാരുടെ മൗലികാവകാശമാണ്. അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി. ഈ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾ പുച്ഛത്തോടെ പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. മാത്രമല്ല, ഇതൊരു അനാവശ്യ ചർച്ചയാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇതിനായി വളരെ രസകരമായിട്ടുള്ള എന്നാൽ വിചിത്രമായിട്ടുള്ള ഒരു ന്യായീകരണവും പിണറായി വിജയൻ കണ്ടെത്തി പറഞ്ഞു. അത് ഇങ്ങനെയായിരുന്നു: സ്പ്രിംഗ്ലറിൻ്റെ സ്ഥാപകനായ റാഗി തോമസ് എന്ന അമേരിക്കൻ മലയാളിയുടെ വൃദ്ധരായ മാതാപിതാക്കൾ കേരളത്തിലുണ്ട്. അവരെ സംരക്ഷിക്കാൻ കേരള സർക്കാർ സ്വീകരിച്ച നടപടികൾ എത്രമാത്രം ഫലപ്രദമാണെന്ന് ബോധ്യപ്പെട്ട റാഗി തോമസ് വളരെ സന്തോഷത്തോടെ കേരളത്തിന് നൽകുന്ന സൗജന്യ സേവനമാണ് സ്പ്രിംഗ്ലർ വഴിയുള്ള വിശകലനം. വിവരങ്ങൾ എത്രയും പെട്ടെന്ന് ക്രോഡീകരിച്ച ആവശ്യമായ മുൻകരുതലുകൾ എടുത്താൽ മാത്രമേ കോവിഡ് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ഒരണ പൈസ പോലും സർക്കാരിന് ഇക്കാര്യത്തിനു വേണ്ടി ചിലവാകുന്നില്ല. ഇത് പൂർണ്ണമായും സൗജന്യമായാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കും. അത് നിയന്ത്രിക്കുന്നത് സർക്കാരായിരിക്കും. ഈ വിവരങ്ങൾ മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ന്യായീകരണം. അഴിമതികളെല്ലാം രഹസ്യമായി ചെയ്യാനും ഈ അഴിമതികൾ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ വഴിതിരിച്ചു വിടാനുമുള്ള പിണറായി വിജയൻ്റെ അസാമാന്യ കഴിവാണ് ഇവിടെയും പ്രകടമായത്.
എല്ലാവരും വിശ്വസിക്കുന്നു എന്നുറപ്പുള്ള ഒരു കഥയുണ്ടാക്കി അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തെ ലളിതമാക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. എന്നാൽ ഇതൊന്നും കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് പിന്നീട് നടന്ന ചില സംഭവങ്ങൾ തെളിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിനു ശേഷം പിറ്റേന്ന് ചെന്നിത്തല എത്തിയത് സംഹാര രുദ്രനായിട്ടാണ്. മുഖ്യമന്ത്രി പലതും രഹസ്യമാക്കി വെക്കുകയും തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചെന്നിത്തല തുടക്കമിട്ടത്. പിണറായി വിജയന്റെ വാദങ്ങൾ ഓരോന്നോരോന്നായി രമേശ് ചെന്നിത്തല പൊളിച്ചു. സ്പ്രിംഗ്ലർ ശേഖരിക്കുന്ന വിവരങ്ങൾ അമേരിക്കയിലാണ് സൂക്ഷിക്കുന്നത് എന്നാണ് കമ്പനിയുടെ വെബ് പോർട്ടലിൽ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിവരങ്ങൾ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്ന ഡാറ്റ മറ്റൊരാൾക്ക് കൈമാറുകയോ വിൽക്കുകയോ ചെയ്യുമെന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ഡാറ്റ ആ കമ്പനിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നത്? ഇനി കാര്യങ്ങൾ എങ്ങനെയായാലും കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ മറ്റൊരു രാജ്യത്തെ കമ്പനിക്ക് നമ്മുടെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ശേഖരിച്ച് കൈമാറുന്നത് നിയമവിരുദ്ധമല്ലേ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചെന്നിത്തല ഉയർത്തി. അവിടം കൊണ്ടും തീർന്നില്ല. സ്പ്രിംഗ്ലറുമായിട്ടുള്ള കരാറിൻ്റെ പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല കത്തു നൽകി. എന്നു മാത്രമല്ല, സ്പ്രിംഗ്ലർ കമ്പനി ഡാറ്റ തിരിമറിയുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ചില കേസുകളുടെ വിശദാംശങ്ങൾ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തുകയും അതിൻ്റെ രേഖകൾ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. രമേശ് ചെന്നിത്തലയുടെ ഈ നിലപാടോടെ അന്തരീക്ഷം പെട്ടെന്ന് മാറി. പിറ്റേന്ന് നടന്ന വാർത്താസമ്മേളനത്തിൽ സ്പ്രിംഗ്ലർ കരാറിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചത് മുഖ്യമന്ത്രിയെ ക്ഷുഭിതനാക്കി. കരാറുണ്ടാക്കിയ IT സെക്രട്ടറിയോട് പോയി ചോദിക്കൂ എന്നാണ് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചത്. അത് ഒരു തരത്തിൽ നന്നായി. കാരണം ഉത്തരം മുട്ടുമ്പോഴാണല്ലോ കൊഞ്ഞനം കുത്തുന്നത്. പിണറായി വിജയന്റെ ഈ രോഷം അഴിമതി പിടിക്കപ്പെട്ടതുകൊണ്ടാണെന്നുള്ള ബോധം പൊതുമണ്ഡലത്തിലുണ്ടായി. മാധ്യമങ്ങളെല്ലാം ഈ കരാറിൻ്റെ പിന്നാലെ കൂടി. അതോടെ ഈ അഴിമതിയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വന്നു. ഈ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരാറിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രി IT വകുപ്പിന് നിർദ്ദേശം നൽകി. കരാർ പുറത്തു വന്നതോടെ വിവാദം വീണ്ടും രൂക്ഷമായി. കാരണം അത്രയ്ക്ക് അവിശ്വസനീയവും വിചിത്രവും അത്ഭുതപ്പെടുത്തുന്നതുമായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. എല്ലാ ചട്ടങ്ങളെയും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഈ കരാർ ഉണ്ടാക്കിയിരുന്നത്. സർക്കാർ ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. 2020 മാർച്ച് 27-നാണ് സംസ്ഥാനത്ത് ക്വാറന്റീനിൽ കഴിയുന്ന ആളുകളുടെ വിവരം സ്പ്രിംഗ്ലറിൻ്റെ ഡാറ്റാബേസിലേക്ക് kerala.fieldcovid.sprinkler.com എന്ന വിലാസത്തിൽ അപ്ലോഡ് ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഉത്തരവിറക്കിയത്. പക്ഷേ ഈ ഉത്തരവിറക്കുന്ന സമയത്ത് സ്പ്രിംഗ്ലറുമായി സംസ്ഥാന സർക്കാരിന് ഒരു കരാറുമുണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ഫയൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് അമേരിക്കയിലെ ഒരു കമ്പനിക്ക് കൈമാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തുണ്ട് കടലാസ് പോലും നമ്മുടെ സർക്കാരിൻ്റെ കൈവശം ഇല്ലായിരുന്നു എന്നർത്ഥം. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ഏപ്രിൽ 2-ാം തീയതിയാണ് സ്പ്രിംഗ്ലറുമായി കേരളം പർച്ചേസ് ഓർഡർ ഒപ്പിടുന്നത്. ഏപ്രിൽ 10-ാം തീയതി രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തി ഈ വിവരങ്ങളെല്ലാം പൊതുജനങ്ങളെ അറിയിച്ചു. അതിനുശേഷമാണ് സർക്കാർ കരാറിൽ ഏർപ്പെടുന്ന പ്രാഥമിക നടപടികൾ പോലും ചെയ്തു തുടങ്ങിയത്. ഇതിനെ തുടർന്ന് IT സെക്രട്ടറി M ശിവശങ്കർ സ്പ്രിംഗ്ലർ കമ്പനിയുമായി ഓൺലൈനിൽ ചർച്ച നടത്തി. ഏപ്രിൽ 14-ന് സുപ്രധാനമായ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഒപ്പിട്ടു. അതായത് ഈ വിവരങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമാണ് കരാർ ഉണ്ടാക്കി ഒപ്പിട്ടത്. കരാറിനു താഴെ തീയതി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയുമായിരുന്ന M ശിവശങ്കർ ആയിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി കരാറിൽ ഒപ്പിട്ടത്. ഇങ്ങനെ ഒപ്പിടുമ്പോൾ അതിനായി ആ ഉദ്യോഗസ്ഥനെ സർക്കാർ ചുമതലപ്പെടുത്തണം എന്നാണ് ചട്ടം. സ്പ്രിംഗ്ലറുമായി കരാറിൽ ഒപ്പിടാൻ ശിവശങ്കറെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിന് ഉത്തരമുണ്ടായില്ല. ഒരു അന്താരാഷ്ട്ര കരാറായിരുന്നിട്ട് പോലും സംസ്ഥാനത്തെ നിയമവകുപ്പ് ഇക്കാര്യം അറിഞ്ഞിരുന്നുമില്ല. ആരോഗ്യവകുപ്പ് ഇത് കണ്ടില്ല. എല്ലാം പരമരഹസ്യം. അന്ന് ചെന്നിത്തല ഒരു കാര്യം കൂടി വെളിപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ 299-ാം വകുപ്പനുസരിച്ച് സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന ഏതൊരു കാര്യവും ഗവർണറുടെ പേരിൽ മാത്രമേ ഒപ്പിടാൻ പാടുള്ളൂ. എന്നാൽ ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് IT സെക്രട്ടറി എന്ന നിലയിൽ M ശിവശങ്കറാണ്. ഇത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചെന്നിത്തല ചോദിച്ചെങ്കിലും അതിനും ഉത്തരമുണ്ടായില്ല. കരാറിലെ വകുപ്പുകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഈ കരാറിന് അമേരിക്കയിലെ നിയമമായിരുന്നു ബാധകം.
കരാർ അനുസരിച്ച് സ്പ്രിംഗ്ലറുമായി എന്തെങ്കിലും തർക്കമുണ്ടായാൽ സംസ്ഥാന സർക്കാർ അമേരിക്കയിൽ പോയി ന്യൂയോർക്കിലെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം. ഏത് മരപ്പൊട്ടനെങ്കിലും കാണിക്കുന്ന ഒരു കാര്യമാണോ ഇത്? പക്ഷേ നമ്മുടെ പിണറായി സർക്കാർ അതും കാണിച്ചു. സ്പ്രിംഗ്ലർ അഴിമതിയുടെ കഥ ഇവിടെ തീരുന്നില്ല. തുടരും നാളെ ഇതേ സമയം.